എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി എന്താണ് എന്നാണ് ഇന്ന് നമുക്ക് ടാരോ പറഞ്ഞു തരുന്നത്. 3 കാർഡുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഈ കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം. നിങ്ങൾ തിരഞ്ഞെടുത്ത ആ കാർഡ് നിങ്ങളുടെ എനർജി എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ എനർജി സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ പുറമേ വളരെ സൗമ്യ സ്വഭാവമുള്ള ആളായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ കഠിന സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തി, അതായത് നിങ്ങളുടെ ആന്തരിക ശക്തി വളരെ വലുതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ടെൻഷൻ, ഭയം മുതലായ വികാരങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് അനായാസേന കഴിയും എന്നാണ് ഇവിടെ കാണുന്നത്. വളരെ നയതന്ത്രമായി പ്രവർത്തിക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. ഇനി അടുത്ത കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. കഠിനാധ്വാനിയാണ് നിങ്ങൾ. ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ നിങ്ങൾ വളരെയധികം പ്രയത്നിക്കും. ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി പഠിച്ചതിന് ശേഷമേ നിങ്ങൾ ചെയ്യൂ. നന്നായി പണമുണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ എനർജി എന്താണെന്ന് നോക്കാം. വളരെ നിസ്സഹായമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. അമിതമായി ചിന്തിക്കുക, ഏറ്റവും മോശമായ സാഹചര്യം മാത്രം കാണുക തുടങ്ങിയ അവസ്ഥകളിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുതരം ഡിപ്രഷൻ എന്നൊക്കെ പറയാം. നിങ്ങളുടെ ചിന്തകളെ ഉപേക്ഷിക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ ചിന്തകൾ മാറ്റുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളും മാറുന്നത് കാണാം. നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കൂ. നിങ്ങൾ സ്വയം അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.